അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട്. സ്ഥിരജോലിയാണ്, ആർമിയിൽ സ്ഥിരജോലിയാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ മുമ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആർമിയിൽ സോൾജർ ടെക്നിക്കൽ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് വെറ്റിനറി പോസ്റ്റിലേക്കുള്ള അപേക്ഷയായിരുന്നു മുൻപ് ഇന്ത്യൻ ആർമിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 12 മാർച്ച് 2025 10 ഏപ്രിൽ 2025 വരെ മാത്രമാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ഡേറ്റിന് മുൻപാകം നിങ്ങളുടെ അപേക്ഷകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. മുൻപ് ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ ആർമീൻ്റെ ഭാഗത്തു നിന്നാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. കേരളത്തിലുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതിന് ഈ പറയുന്ന യോഗ്യത നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. സോൾജർ ടെക്നിക്കൽ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് ആൻഡ് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് വെറ്റിനറി പോസ്റ്റിലേക്കുള്ള യോഗ്യത പറയുന്നത് +2 ഉണ്ടായിരിക്കണം. +2 പാസ് ഇൻ സയൻസ് വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷോടുകൂടി വിത്ത് 50% മാർക്കോടുകൂടി നിങ്ങൾ പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം പറയുന്നുണ്ട് ആൻഡ് മിനിമം 40% ഇൻ ഈച്ച് സബ്ജക്റ്റ്. ഈ പറയുന്ന ഓരോരോ വിഷയത്തിലും നിങ്ങൾക്ക് 40% കുറയാത്ത മാർക്കും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്ക് ഇല്ലെങ്കിൽ മറ്റൊരു യോഗ്യത പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്. +2 ഉണ്ടായിരിക്കണം. ഇൻ സയൻസിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ബോട്ടണി, സുവോളജിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ആൻഡ് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. 50% മാർക്ക് നിങ്ങൾക്കുണ്ടായിരിക്കണം മൊത്തത്തിൽ. അതുപോലെ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് 40% മാർക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ 17.5 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. 17 മുതൽ 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റാണിത്. 1 ഒക്ടോബർ 2002 അതുപോലെ തന്നെ 1 ഏപ്രിൽ 2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ സദേൺ ഭാഗത്തുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാംഗ്ലൂർ ZAROൻ്റെ കീഴിൽ വരുന്ന Z ആർമി സോണൽ ഓഫീസിൻ്റെ കീഴിൽ വരുന്ന ആർമി റിക്രൂട്ട്മെൻറ്റിൻ്റെ സോണൽ ഓഫീസിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് കാണാൻ സാധിക്കും സോണൽ റിക്രൂട്ട്മെൻറ്റ് ഓഫീസ് ബാംഗ്ലൂർ. അതിൻ്റെ കീഴിൽ വരുന്ന സമയത്ത് നമുക്ക് കേരളത്തിൽ, അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ലക്ഷദ്വീപ്, മാഹി, കർണാടക ഇവിടെയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള വേക്കൻസിയാണിത്. അപ്പോൾ ഇവിടെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് 165 സെൻറ്റിമീറ്റർ ഉയരം വേണം, 77 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം, അതുപോലെ 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റണം, എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ വെയിറ്റ് ഹൈറ്റിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടുണ്ടാവണം എന്നും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിന് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആദ്യം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പാസ്സാകുന്നവർക്ക് എന്തുണ്ടാവും, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ആ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 1.6 കിലോമീറ്റർ ഓട്ടം 6 മിനിറ്റ് 15 സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓടിയെത്തിയാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുള്ളപ്സ് കാണാൻ സാധിക്കും. അത് ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ 9 ഫീറ്റിൻ്റെ ഡിച്ച് ഉണ്ട്, അത് ക്വാളിഫൈ ചെയ്താൽ മതി. മാർക്കൊന്നുമില്ല ഇതിനൊന്നും. അതുപോലെ തന്നെ സിക്സാക്ക് ബാലൻസിങ് ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ അഗ്നിവീർ GD ആകുന്ന സമയത്ത് അതിനൊക്കെ മാർക്ക് വരുന്നുണ്ട്, മാർക്കിംഗ് ആണ് ഇതിനൊക്കെ. പക്ഷേ ഇവിടെ എക്സാമിന് മാത്രമേ മാർക്ക് നൽകപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. സോ ഇത്രയധികം കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ പറയാനുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള ലിങ്കും ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അപേക്ഷിക്കാനും സാധിക്കും. സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ആർമി, നേവി, എയർഫോഴ്സ്, SSC, അതുപോലെ തന്നെ RRB, കേരള PSCൻ്റെ യൂണിഫോം പോസ്റ്റുകൾ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോസ്റ്റുകൾ ഫോളോ ചെയ്യാനും മറക്കേണ്ട.